ഉമ്മറപ്പടിയിൽ നിന്നും കയറുന്നത് വിശാലമായ ഒരു തളത്തിലേക്കാണ്. രാജപദവിക്കനുസരിച്ച് ഗാംഭീര്യം അവിടുത്തെ സംവിധാനങ്ങൾക്ക് കാണാമായിരുന്നു. ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന 7 തിരിയിടാവുന്ന വിളക്ക്, 3 വശവും കരിങ്കൽ പീഠങ്ങൾ, ഒരു വശത്ത് ചാരുകളുള്ള തൂക്കുമഞ്ചം, ചങ്ങലയ്ക്ക് തുരുമ്പെടുത്ത് തുടങ്ങിയെന്നതൊഴിച്ചാൽ ആട്ടുകെട്ടിൽ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നു. ഈ മഞ്ചത്തിലിരുന്നായിരിക്കണം പൊന്നുതമ്പുരാൻ കരപ്രമാണിമാരുമായി ചർച്ച നടത്തിയിരുന്നത്. തളത്തിൽ നിന്നും ഇടതുവശത്തേക്കും വലതുവശത്തേക്കും നീണ്ട വരാന്തകളുണ്ട്. ഒരു നിമിഷം തളത്തിൽ തന്നെ നിന്ന് ശ്രദ്ധിച്ച് ഏതു വശത്തേക്ക് ആദ്യം തിരിയേണ്ടതെന്ന് തീരുമാനമെടുത്തു. ഇടതുവശത്തേക്കുള്ള വഴിയെ നടന്നു. വരാന്ത ചെന്ന് അവസാനിക്കുന്നത് നീണ്ട ഒരു ഇടനാഴിയിലാണ്. അതുവഴി അകത്ത് കടന്ന് വീണ്ടും ഒരു തളത്തിലേക്ക് പ്രവേശിച്ചു. തളത്തിന്റെ 4 വശവും വലിയ വാതിലുകളുള്ള മുറികളും അതിൻ്റെയെല്ലാം മുന്നിലൂടെ വരാന്തയുമുണ്ടായിരുന്നു. പുറത്തുനിന്നും വെളിച്ചം കിട്ടാൻ സൗകര്യങ്ങൾ കുറവായതിനാൽ അകത്തെ ദൃശ്യങ്ങൾ പൂർണ്ണരൂപത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇടതുവശം മുതൽ ഓരോ മുറികളും തുറന്നു നോക്കാൻ തീരുമാനിച്ചു. എല്ലാ വാതിലുകളും അടച്ച നിലയിൽ തന്നെയായിരുന്നു. ആദ്യത്തെ മുറിയുടെ കതക് തള്ളിയ ഉടനെ തന്നെ തുറന്നു. അത് പൂട്ടിയിരുന്നില്ല. അടുത്ത കാലത്തൊന്നും ആരും ഈ അറയിൽ കയറിയിട്ടില്ലെന്ന് നിറയെ പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നതിൽ നിന്ന് മനസ്സിലായി. വളരെ വിചിത്രമായി തോന്നിയത് ഇവിടുത്തെ വാതിലായിരുന്നു. കാവ്യഭംഗിയോടെ ചിത്രപ്പണികൾ ചെയ്ത ആ കതകുകൾ ഏറെ ചേതോഹരമായിരുന്നു. അടുത്ത 2 മുറികളും പൂട്ടിയിരുന്നില്ല. തള്ളി തുറന്നു നോക്കിയെങ്കിലും ആദ്യത്തേതുപോലെ തന്നെ പൊടിയും മാറാലയും നിറഞ്ഞുകിടന്നിരുന്നു. 3 മുറികളിൽ നിന്നും വ്യത്യസ്തപ്പെട്ടതായിരുന്നു 4-മത്തേത്. വാതിൽ തന്നെ മറ്റുള്ളവയിൽ നിന്നും വലിപ്പമേറിയതായിരുന്നു. അതിൻ്റെ വിശേഷതകൾ നോക്കി നിൽക്കുമ്പോഴാണ് മറ്റൊരു പ്രത്യേകത ശ്രദ്ധയിൽപ്പെട്ടത്. അകത്തളത്തിൻ്റെ ഈ വശത്തുള്ള അറകളിൽ നടുവിലത്തേതാണ് ഈ വലിയ മുറി. അതുകഴിഞ്ഞാൽ 3 മുറികളുണ്ട്. എല്ലാത്തിൻ്റെയും വാതിലുകൾക്ക് ഒരേ ആകൃതി തന്നെയായിരുന്നു. എങ്കിലും നടുവിലത്തേതിന് വലിപ്പം കൂടുതലുണ്ട്. ഇരുവശത്തെയും മുറികളുടെ വാതിലുകൾക്ക് 6 സമചതുരങ്ങളോടെയുള്ള പത്മതല ചിത്രങ്ങളായിരുന്നുവെങ്കിൽ നടുവിലത്തേതിന് 8 സമചതുരങ്ങളോടെയുള്ള ചിത്രപ്പണികളായിരുന്നു. ഒരു കൗതുകത്തിൽ നിറഞ്ഞ സംശയമെന്ന നിലയിലാണ് അകത്തളത്തിൻ്റെ മറ്റു 3 വശങ്ങളും ശ്രദ്ധിച്ചത്. എന്നാൽ കൗതുകം യാഥാർത്ഥ്യമായിരുന്നു. എല്ലാ വശവും ഒരുപോലെ തന്നെയായിരുന്നു. നടുക്കുള്ള വലിയ മുറിക്ക് ഇരുവശവും 3 ചെറിയ മുറികൾ വീതം. എല്ലാ വാതിലുകൾക്കും ഒരേ തരത്തിലുള്ള ചിത്രപ്പണികൾ. തളത്തിന് ചുറ്റും നടന്നു. നടുവിലേതിൻ്റെ വാതിലുകൾ ഒഴികെ മറ്റെല്ലാ മുറികളുടെയും വാതിലുകൾ പൂട്ടിയിരുന്നില്ല. മാത്രമല്ല അവയെല്ലാം ശൂന്യവുമായിരുന്നു. നിറയെ പൊടിയും മാറാലയും മാത്രം. പഴമയുടെ കുറെ ഗന്ധമല്ലാതെ മറ്റൊന്നും ഇതിൽ അനുഭവപ്പെട്ടില്ല. വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്ന് അടഞ്ഞുകിടന്ന 4-മത്തെ മുറിയുടെ മുന്നിലെത്തി. കൈവശമുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഒന്നെടുത്ത് പഴുതിൽ കടത്തി തിരിച്ചു നോക്കി. പക്ഷേ തുറന്നില്ല. വീണ്ടും 4 താക്കോലുകൾ കൂടി ഉപയോഗിച്ചു നോക്കി. ഫലമുണ്ടായില്ല. 5-മതായി മറ്റൊരു താക്കോൽ പഴുതിൽ കടത്തി ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. ഏറെ ശ്രമത്തിന്റെ ഫലമായി താക്കോൽ തിരിയുന്നതിൻ്റെ സൂചകമായി ഒരു മണിമുഴക്കം കേട്ടു. താക്കോൽ 3 ആവർത്തി തിരിച്ചു. 4-മത് താക്കോൽ തിരിഞ്ഞില്ല. കാലങ്ങളായി അടഞ്ഞുകിടന്നതായിരുന്നതിനാൽ നന്നായി അകത്തേക്ക് തള്ളേണ്ടി വന്നു തുറന്നു കിട്ടാൻ. മുള കീറുന്നത് പോലുള്ള ശബ്ദത്തോടെ വാതിൽ തുറന്നു. പഴകിയ മണവും പൊടിപടലവും ശക്തിയായി മൂക്കിലെ കടിച്ചു കയറിയപ്പോൾ അസഹ്യത തോന്നി. വാതിൽ പൂർണ്ണമായി തുറന്നിട്ടും രൂക്ഷഗന്ധത്തിന്റെ തീവ്രത കുറയാൻ ഏറെ സമയമെടുത്തു. ഉള്ളിലെ അന്ധകാരം അലിഞ്ഞു തീരുന്നതോടൊപ്പം കൊമ്പ് പോലുള്ള എന്തോ ഒന്ന് ദൃശ്യമാകുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടെ അകത്തേക്ക് കടന്നു. പ്രകാശം കുറവായിരുന്നു. പക്ഷേ സാധനങ്ങളെല്ലാം വ്യക്തമായി കാണാൻ ആ വെളിച്ചം മതിയായിരുന്നു. അടുത്തെത്തിയപ്പോൾ സാക്ഷാൽ കൊമ്പ് തന്നെയായിരുന്നു കണ്ടതെന്ന് മനസ്സിലായി. 2 കലമാൻ കൊമ്പുകൾ. നല്ല ആകൃതിയിലുള്ള അത് ഒരു മേശമേൽ ഉറപ്പിച്ച നിലയിലായിരുന്നു. അതിൻ്റെ നടുക്ക് എന്തോ ഒന്ന് ഉണ്ടായിരുന്നതുപോലെ ഒരു അടയാളം കണ്ടു. എന്താണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ല. കൊമ്പുറപ്പിച്ചിരുന്ന മേശയും വിചിത്രമായിരുന്നു. 3 കാലുകൾ മാത്രമുള്ള മേശ കരകൗശലവിദ്യയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു. മേശയ്ക്ക് വലിപ്പങ്ങളുണ്ടായിരുന്നില്ല. ആ മുറിയിൽ ശ്രദ്ധേയമായി പിന്നെ ഉണ്ടായിരുന്നത് 2 ഇരുമ്പ് പെട്ടി മാത്രമാണ്. അത്
വലിയ ആമത്താഴിട്ട് പൂട്ടിയിരുന്നു. കൈവശമുണ്ടായിരുന്ന താക്കോലുകളൊന്നും അതിന് പാകമാകാതിരുന്നതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ചുവരിലെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചത്. പ്രാചീന കലാവിരുത് വിളിച്ചോതുന്ന പച്ചില നിറങ്ങളാൽ രചിച്ച ആ ചിത്രങ്ങൾ ജീവസുറ്റതായി തോന്നി. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ ബന്ധിച്ച് താക്കോലിട്ട് പൂട്ടി. ആ വശത്തെ അടുത്ത 3 മുറികളും കരുതിയതുപോലെ തന്നെ ശൂന്യമായിരുന്നു. ഇനി അടുത്ത വശത്തുള്ള മുറികൾ കൂടി പരിശോധിക്കുന്നതിന് സമയമുണ്ടെന്ന് തോന്നിയതിനാൽ ഓരോന്നായി തുറന്നു. ആദ്യത്തെ 3 ശൂന്യമായ മുറികൾക്ക് ശേഷം 4ാമത്തേതിൻ്റെ വാതിൽ തുറക്കാനായി താക്കോലുകൾ തിരഞ്ഞു. ആദ്യത്തെ മുറി തുറക്കാൻ ഉപയോഗിച്ച ആകൃതിയിലുള്ള താക്കോൽ തിരഞ്ഞെടുത്ത് പഴുതിൽ കടത്തി തിരിച്ചു. അത്ഭുതമായി തോന്നി. 3 പ്രാവശ്യം മണിശബ്ദത്തോടെ താക്കോൽ തിരിഞ്ഞു. വളരെ ശക്തിയിൽ അകത്തേക്ക് തള്ളിയെങ്കിലും കതക് വളരെ സാവധാനമാണ് തുറന്നത്. ഏതോ യാന്ത്രിക ശക്തിയാൽ തുറക്കുന്നത് പോലെ തോന്നിച്ചു. ഇതിനകം തന്നെ മനക്കുള്ളിലെ അരണ്ട വെളിച്ചവുമായി കണ്ണുകൾ താതാത്മ്യം പ്രാപിച്ചിരുന്നതിനാൽ മുറിക്കകത്തെ അന്ധകാരം കഠിനമായി തോന്നിയില്ല. മുറിയിൽ തളം കെട്ടി നിന്ന ദുഷിച്ച വായു ശ്വസനയോഗ്യമാവുന്നതിന് കുറച്ചു സമയം കാത്തുനിന്നിട്ട് അകത്തേക്ക് കയറി. തിളങ്ങുന്ന എന്തോ വസ്തുവാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ അടുത്തേക്ക് നടന്നു. സാറേ! വളരെ ഉറക്കെ കേട്ട ശബ്ദം വേലുവിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അത് അവഗണിച്ച് മുന്നോട്ട് തിരിഞ്ഞു. സാറേ, വെക്കം വരണേ. നാശം! ഇയാടെ ഒരു കാര്യം! കിഴവന് ഭയമായി കാണും. വേലുവിൻ്റെ വിളി കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. എന്തായാലും ഇനി തെരച്ചിൽ നടക്കില്ല. കിഴവൻ എന്തോ പ്രശ്നമുണ്ട്. എന്താണെന്ന് അന്വേഷിക്കാം. മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതും അപ്രതീക്ഷിതമായി ആ വാതിൽ ശക്തിയായി അടഞ്ഞു. നടുക്കത്തോടെ വിഷ്ണുദത്തൻ തിരിഞ്ഞു നോക്കി. തൻ്റെ ഷർട്ടിൻ്റെ ഒരു ഭാഗവും വാതിലിനിടയിൽപ്പെട്ടിരിക്കുന്നത് ഭീതിയോടെ കണ്ടു. ഷർട്ട് വലിച്ചെടുക്കുമ്പോൾ ഓർത്തു, ഒരു നിമിഷം താമസിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തൻ്റെ കൈ തന്നെ വാതിലിനിടയിൽ പെട്ടുപോയേനെ. എങ്ങനെ ഈ കതക് ശക്തിയായി അടഞ്ഞു? ഉത്തരം കിട്ടിയില്ല. വളരെ ശ്രമപ്പെട്ടാണ് ആ വാതിൽ തുറന്നത്. ഏതോ യാന്ത്രിക വിദ്യ ഈ വാതിലിനുണ്ടായിരിക്കുമെന്ന് വിഷ്ണുവിന് തോന്നി. അടഞ്ഞ വാതിലിനു മുന്നിൽ ക്ഷണനേരം ചിന്തിച്ചു നിന്ന വിഷ്ണുദത്തനെ അലോസരപ്പെടുത്തിക്കൊണ്ട് വേലുവിൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. ഏറെ ദുരൂഹതകളുടെ ഭാണ്ഡവും പേറിക്കൊണ്ടാണ് വിഷ്ണുദത്തൻ പുറത്തേക്കിറങ്ങിയത്. ഉത്തരം കിട്ടാത്ത കടങ്കഥകൾ. ചുറ്റുമതിലിനു മുന്നിൽ അക്ഷമനായി കാത്തുനിന്നിരുന്ന വേലുവിനെ കണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതിനകത്ത് യക്ഷിയും ഭൂതമൊന്നും ഇല്ല വേലു, പേടിക്കാനൊന്നുമില്ല. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും നിസ്സഹായനായി നോക്കി നിൽക്കുന്ന വേലുവിനെ കണ്ട് സഹതാപമാണ് തോന്നിയത്. ഇയാൾ ഇത്രയ്ക്ക് പാവമാണല്ലോ എന്ന് മനസ്സിലോർത്തു. ഇങ്ങനെ ലാഘവമായി വേലുവിനോട് സംസാരിച്ചെങ്കിലും തനിയെ വന്നടഞ്ഞ വാതിലിൻ്റെ ശബ്ദം മനസ്സിൽ മുഴങ്ങി നിന്നിരുന്നു. മനസ്സിലെ ചാഞ്ചല്യം മുഖത്ത് വരുത്താതെ വേലുവിനോടൊപ്പം മുന്നോട്ട് നടന്നു. വേലു ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേലു ആള് കൊള്ളാമെന്ന് വിഷ്ണുവിന് തോന്നി. കവല വരെ ഒന്ന് പോകണമെന്ന് വിഷ്ണു തീരുമാനിച്ചു. അവിടെ ഒരു വായനശാലയുള്ളത് ഇന്നലെ കണ്ടിരുന്നു. പടിപ്പുര അടച്ച് വേലുവിനോടൊപ്പം പുറത്തേക്ക് നടന്നു. കയ്യാല അവസാനിക്കുന്നിടത്ത് ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ടായിരുന്നു. അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ നാട്ടുവഴിയിലെത്താം. വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് കവല. ശിവക്ഷേത്രത്തെ പൂർണ്ണമായും ഒരു ക്ഷേത്രമെന്ന് പറയാൻ കഴിഞ്ഞില്ല. കുറച്ച് കൽത്തൂണുകളും അതേ നടുക്ക് ഒരു ശ്രീകോവിൽ തറയും അതിൽ ഒരു ശിവലിംഗവും ചേർന്നതാണ് ശിവക്ഷേത്രം. ഇതിനടുത്തുള്ള ആൽത്തറയിലെ ആലിന് നല്ല വയസ്സുണ്ടെന്ന് തോന്നി. അത്രയ്ക്ക് പടർന്നു പന്തലിച്ച് നിൽക്കുന്നു. ഒരർത്ഥത്തിൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഈ ആലാണ്. വഴിയോരത്തു നിന്നും ഏതാനും ഒതുക്കുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ആൽത്തറയിൽ ഒരു നെയ്വിളക്ക് മുനിഞ്ഞു കത്തി നിന്നിരുന്നു. കവലയിലെ ചന്തയ്ക്കടുത്ത് വലിയൊരു ശിവക്ഷേത്രമുണ്ട്. ആയതിനാൽ ഈ ക്ഷേത്രത്തോട് ആർക്കും താല്പര്യമില്ല. ചുറ്റുവട്ടത്തുള്ളവർ മാത്രം നിത്യവും ഇവിടെ വരും. ഈ ഭക്തർക്ക് വേണ്ടിയോ അതോ പരമശിവന്റെ പ്രീതിക്കായോ എന്നറിയാതെ ഒരു പ്രായം ചെന്ന പോറ്റി ദിവസവും ഇവിടെ പൂജ കഴിച്ചു പോകുന്നു. വേലുവിന് അറിയാത്തതായി ഈ നാട്ടിൽ ഒരു വിശേഷവുമില്ല. എല്ലാ കാര്യത്തെപ്പറ്റിയും അയാൾ വിശദമായി സംസാരിച്ചു.
ക്ഷേത്രത്തിലേക്കുള്ള ഒതുക്കുകൾക്കടുത്തെത്തിയപ്പോഴേക്കും കൊലുസിന്റെ കിലുക്കം കേൾപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഓടിയിറങ്ങി വന്നു. അപരിചിതനെ കണ്ടിട്ടാവണം അവളൊന്ന് പകച്ചു. ഇടതുകൈയിൽ പൂക്കൂടയും നൈവേദ്യത്തട്ടവും വലതുകൈയിൽ അടച്ചുവെച്ച സിന്ദൂരച്ചപ്പും ഉണ്ടായിരുന്നു. പിടയുന്ന കരിക്കുവള നയനങ്ങളിൽ അമ്പരപ്പ് പ്രകടമായപ്പോൾ അവളുടെ മുഖം റോസാപ്പൂ പോലെ തൊടുത്തു. മുഗ്ധമായ ആ ലാവണ്യത്തെ തെല്ലുനേരം നോക്കി നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗ്രാമീണതയുടെ നേർപകുതി. ഓരം ചേർന്ന് ഒഴിഞ്ഞുമാറി ആ കുട്ടി നടന്നുപോയപ്പോൾ വേലു പറഞ്ഞു, അശ്വതി കൊച്ചമ്മയുടെ മോളാ. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാൻ തോന്നിയെങ്കിലും ചെയ്തില്ല. കവലയിലെത്തിയപ്പോൾ വേലു പിരിഞ്ഞു. സാറ് വായനശാലയിലിരി, ഞാനിപ്പോൾ വരാം. വായനശാലയിലിരുന്ന ആർക്കും വിഷ്ണുദത്തനെ പരിചയമുണ്ടായില്ല. എന്നാലും ആരും അത് പ്രകടിപ്പിച്ചില്ല. അവരിൽ ഒരാളായി അയാളും ബെഞ്ചിലിരുന്നു. സന്ധ്യയായതോടെ വേലു വിഷ്ണുദത്തനോട് യാത്ര പറഞ്ഞിറങ്ങി. പുറപ്പെടുന്നതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകാൻ അയാൾ മറന്നില്ല. സാറേ, സൂക്ഷിക്കണം, വെളിയിലേക്കൊന്നും രാത്രിയിൽ പോണ്ട. ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാവുന്നതിനാൽ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. രാത്രിയിലേക്കുള്ള ഭക്ഷണം മാറ്റിവെച്ച് പാത്രങ്ങളെല്ലാം കഴുകി അത്യാവശ്യത്തിന് വേണ്ട വെള്ളവും എടുത്തു വെച്ച് മുറിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ടോർച്ചെടുത്ത് തെളിച്ചു നോക്കി. ഭാഗ്യം, അത് പ്രകാശിക്കുന്നുണ്ട്. വിളക്ക് കൊളുത്തി മുറിയിൽ വെച്ചിട്ട് ടോർച്ചെടുത്ത് പുറത്തേക്കിറങ്ങി. ചുറ്റുപാടെല്ലാം ഒന്ന് കറങ്ങി പടിപ്പുരവാതിലടച്ച് തിരിച്ച് കാവൽപ്പുരയിലേക്ക് നടന്നു. എടുത്തു വച്ചിരുന്ന വെള്ളമെടുത്ത് കയ്യും മുഖവുമെല്ലാം നന്നായി കഴുകി ഭക്ഷണം കഴിച്ച് ഉറക്കത്തിന് കാതോർത്ത് കട്ടിലിൽ വെറുതെ കിടന്നു. ടോർച്ച് തലക്കൽ തന്നെ വെച്ചു, പെട്ടെന്ന് എടുക്കാൻ പാകത്തിൽ. തലേ രാത്രിയിലെ സംഭവങ്ങൾ മനസ്സിലോടിയെത്തിയതോടെ ആകെ ഒരു അസ്വസ്ഥത തോന്നി. നിശീതിനിയുടെ 2ാം യാമം മൂകമായി കടന്നുപോയി. അടുത്ത യാമത്തിന്റെ വരവറിയിച്ച് രാക്കോഴി കൂവി. നരിച്ചീറുകൾ ചിറകടിച്ച് പറന്നു. എവിടെയോ ഒരു മൂങ്ങ കരഞ്ഞു. വിഷ്ണുദത്തൻ മയക്കമുണ്ടെന്ന് ശ്രദ്ധിച്ചു. അടുത്തെവിടെയോ ഒരു നേർത്ത ശബ്ദം കടന്നു വരുന്നത് പോലെ തോന്നി. പൊടുന്നനെ മുഴങ്ങിക്കേട്ട അട്ടഹാസം വിഷ്ണുദത്തനെ നടുക്കി. ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യം വെച്ച് അയാൾ ടോർച്ചെടുത്ത് തെളിച്ചു. നാശം! അത് വീണ്ടും പണിമുടക്കി. ടോർച്ച് തെളിയുന്നില്ല. വീണ്ടും ആ ചിരി കേട്ടു. അകാരണമായൊരു ഭയം തന്നെ ഗ്രസിക്കുന്നത് പോലെ വിഷ്ണുവിന് തോന്നി. ടോർച്ചിന്റെ കാര്യമാണ് അയാളെ കൂടുതൽ ചകിതനാക്കിയത്. കൂടുതൽ ഉച്ചത്തിൽ കേട്ട ആ സ്ത്രൈണ ശബ്ദത്തിലുള്ള പൊട്ടിച്ചിരി വിഷ്ണുവിനെ തളർത്തി. തന്റെ മനസ്സ് ചഞ്ചലമാവുകയാണെന്ന് വിഷ്ണുവിന് തോന്നി. നിസ്സഹായതയുടെ ആവരണവും പേറി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നോക്കിയിരുന്ന വിഷ്ണുദത്തൻ ആ വെളുത്ത നിഴൽ കണ്ട് ഭയന്നു. പേടിയോടെ കട്ടിലിരുന്ന അയാളുടെ കയ്യിൽ നിന്ന് ടോർച്ച് താഴെ വീണു. നിമിഷങ്ങൾ കടന്നുപോയി. വിവിധ ചിന്തകൾ അയാളിലേക്ക് കുടിയേറി. ഭയത്തിന്റെ വേലിയേറ്റത്തിൽ കുരുങ്ങി നിന്ന വിഷ്ണുദത്തൻ കാവൽപുരയുടെ ഓരോ കോണും സൂക്ഷിച്ചു പരതി. അന്ധകാരത്തിന്റെ കാഠിന്യത്തിലേക്ക് അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങി ബഹുദൂരം സഞ്ചരിച്ചു. ലക്ഷ്യമില്ലാതെ അലയുന്ന പതികിനെ പോലെ വിഷ്ണുവിന്റെ അന്വേഷണവും വിഫലമായിക്കൊണ്ടിരിക്കുമ്പോൾ കാവൽപ്പുരയുടെ കോണിൽ നിന്നും വീണ്ടും ആ പൊട്ടിച്ചിരി കേട്ടു. പക്ഷേ ഇപ്രാവശ്യം ആ ചിരിക്ക് കാഠിന്യം കുറവായിരുന്നു. അപ്പോൾ 3ാം യാമത്തിന്റെ പകുതി കഴിഞ്ഞിരുന്നു. പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്ന യക്ഷിക്കഥകൾ വിഷ്ണുവിന്റെ ഓർമ്മയിലെത്തി. യാമിനിക്ക് 4 ഘട്ടങ്ങളാണുള്ളത്. അതിൽ 3ാമത്തെ ഭാഗമാണ് 12 മണി മുതൽ 3 മണി വരെയുള്ള 3ാം യാമം. ഈ യാമത്തിന്റെ അന്ത്യത്തിൽ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും ഗാഢനിദ്രയിലായിരിക്കും. ഏറ്റവും ഉറക്കം കുറവായ ജന്തുക്കൾ പോലും ഈ യാമത്തിൽ കുറച്ചു നേരത്തേക്ക് നിദ്രയിൽ പുൽക്കും. രാത്രിയുടെ കനത്ത മൂകത. ചീവീടുകളും രാക്കിളികളും കുറച്ചു നേരത്തേക്ക് നിശബ്ദരാകും. ഗന്ധർവന്മാർ ഭൂമിയിലെ താവളങ്ങളിലേക്ക് കിന്നരികൾ മീട്ടി വന്നിറങ്ങുന്നത് അവരുടെ ഗാനലയ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നതിന് യക്ഷികൾ തങ്ങളുടെ വാസസ്ഥലത്തു നിന്നും ഇറങ്ങി വരുന്നതും ഈ 3ാം യാമത്തിലാണ്.
ബന്ധനസ്ഥരാക്കപ്പെട്ട ദുർദേവതകൾക്ക് വെളിയിലിറങ്ങാൻ അനുവാദമുള്ളതും ഈ സമയത്താണ്. ഇപ്പോൾ താൻ കാണുന്ന ഈ രൂപവും ശബ്ദവും ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിഷ്ണുദത്തൻ സംശയിച്ചു. ഇന്നലെയും ഈ സമയത്ത് തന്നെയാണ് ആ ദൃശ്യം താൻ കണ്ടത്. ഒരു സ്ത്രീ രൂപത്തെയാണ് ദർശിച്ചത്. ഇപ്പോൾ ആ നിഴൽ വീണ്ടും അപ്രത്യക്ഷമായി. എന്തായിരിക്കും ആ സ്ത്രീ രൂപത്തിന്റെ ഉദ്ദേശം? ഏതായാലും വധിക്കുകയല്ലെന്ന് നിശ്ചയമായി. അതിന്നലെ തന്നെ ആകാമായിരുന്നു. തന്നെ സ്പർശിക്കുക കൂടെ ചെയ്തതല്ലേ? ചിലപ്പോൾ വെറുതെ ഭയപ്പെടുത്തുന്നതായിരിക്കാം. പക്ഷെ എന്തിന്? ജീവിതത്തിൽ വ്യക്തമായ യാതൊരു ലക്ഷ്യവും മുന്നിലില്ലാത്ത തന്നെ ഭയപ്പെടുത്തുകയോ വധിക്കുകയോ ചെയ്തിട്ട് ആർക്കെന്ത് നേട്ടം? മരണത്തെ വരിക്കാൻ പൂർണ്ണ മനസ്സോടെ താൻ തയ്യാറാണ്. പിന്നെന്തിനു ഭയക്കണം? ക്ഷണനേരത്തേക്ക് പതറിപ്പോയ തൻ്റെ മനസ്സിൻ്റെ സമനില വീണ്ടെടുത്ത് മുറിക്കക്കമാകെ വിശദമായി തിരഞ്ഞു. എന്തായാലും ഇതെന്താണെന്ന് കണ്ടെത്തുക തന്നെ വേണം. ഇനി ഇതറിയാതെ തനിക്ക് വിശ്രമമില്ല. ഒരു ശീൽക്കാര ശബ്ദത്തോടെ മുറിയിലാകെ കാറ്റ് വീശിയടിച്ച് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചു. അന്ധകാരത്തിൽ കാറ്റിന്റെ പ്രവാഹം മുറിയിലാകെ കറങ്ങി നടക്കുന്നത് വിഷ്ണു അറിഞ്ഞു. നിമിഷങ്ങൾക്കകം ആ കാറ്റിന്റെ ദിശ മുറിയുടെ ഒരു കോണിൽ മാത്രം കേന്ദ്രീകരിച്ചതുപോലെ തോന്നി. വിഷ്ണുവിന്റെ ആകാംക്ഷയെ പിടിച്ചു നിർത്തിയതുപോലെ മുറിയിലെ വിളക്ക് പ്രകാശിച്ചു. എതിർവശത്തെ ഭിത്തിയിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് ഒരു മനുഷ്യാകൃതിയാണ് ഉണ്ടായിരുന്നത്. കാറ്റിൽ ഇളകിയാടുന്നതുപോലെ ഉലഞ്ഞു നിന്ന ആ നിഴൽ ക്രമേണ നിശ്ചലമായി. അത് കൂടുതൽ വ്യക്തമായി തുടങ്ങിയപ്പോൾ വിഷ്ണുദത്തൻ തിരിച്ചറിഞ്ഞു ആ രൂപം താൻ ഇന്നലെ കണ്ട സ്ത്രീരൂപം തന്നെയാണെന്ന്. വിഷ്ണുവിന്റെ ശരീരത്തിൽ മരവിപ്പ് അനുഭവപ്പെട്ടു. പൂർണ്ണമായി തെളിഞ്ഞ ആ സ്ത്രീരൂപം തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അമ്പരപ്പോടെ അയാൾ കണ്ടു. ചെറിയൊരു വിറയലോടെ, എന്നാൽ അത് പ്രകടമാക്കാതെ മനസ്സ് നിയന്ത്രിച്ച് വിഷ്ണു കട്ടിലിലേക്കിരുന്നു. ഇരുട്ട് കുറവായതിനാൽ ആ രൂപം അയാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. താൻ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കണ്ട സർവാഭരണഭൂഷിതയായ നർത്തകിയുടെ രൂപമായി അതിന് സാമ്യം തോന്നി. അവളുടെ മുഖത്തെ സൗഹൃദഭാവം വിഷ്ണുവിന് ധൈര്യം നൽകി. ഇന്നലെ മുതൽ മനസ്സിൽ നിറഞ്ഞു നിന്ന സംശയങ്ങളുടെ മാറാല അഴിഞ്ഞു വീഴാൻ വെമ്പൽ കൊണ്ടു. അനേകം സംശയങ്ങളിൽ ചിലതിനെങ്കിലും ഉത്തരം കണ്ടെത്തണമെന്ന് വിഷ്ണു മനസ്സിലുറപ്പിച്ചു. മന്ദസ്മിതത്തോടെ ആ നർത്തകി വിഷ്ണുവിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്തു. മനസാന്നിധ്യം വീണ്ടെടുത്ത് വിഷ്ണു അവളുടെ നോട്ടത്തെ നേരിടാൻ തയ്യാറായി. എന്താണ് നിനക്ക് വേണ്ടത്? വളരെ കരുതലോടെ ചാഞ്ചല്യമില്ലാതെ വിഷ്ണു ചോദിച്ചു. വിഷ്ണുവിന്റെ ചോദ്യം അവളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കിയില്ല. കാറ്റിൽ ഉലഞ്ഞു നിന്നിരുന്ന ആ രൂപം പൂർണ്ണമായും നിശ്ചലമായി. നിമിഷങ്ങളോളം അവൾ അയാളെ ഉറ്റുനോക്കി. കുറച്ചുകൂടി അവൾ അടുത്തേക്ക് വന്നു. വളരെ ശാന്തമായിരുന്നു അവളുടെ മുഖം. വിഷ്ണു ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിച്ചെങ്കിലും അവൾ അത് കേട്ടതായി ഭാവിച്ചില്ല. അവളുടെ നയനങ്ങളിൽ നിന്ന് തീവ്രമായ ഒരു പ്രഭ ഉതിർന്ന് അയാളുടെ കണ്ണുകളുമായി ഇഴഞ്ഞപ്പോൾ മനസ്സ് പതറുന്നത് വിഷ്ണു അറിഞ്ഞു. ആ മാസ്മരിക ചൈതന്യത്തിൽ അയാൾ തെല്ല് മയങ്ങാതിരുന്നില്ല. തീക്ഷ്ണമായ നോട്ടത്തിനൊപ്പം അവളുടെ ശബ്ദവും വിഷ്ണു കേട്ടു. നീ ആരാണ്? എന്താണ് നിനക്കിവിടെ കാര്യം? കാറ്റിന്റെ മർമ്മരം പോലെയുള്ള ആ ശബ്ദം വളരെ മധുരതരമായിരുന്നു. എങ്കിലും ആ രൂപം സംസാരിക്കുന്നുവെന്നായിരുന്നു വിഷ്ണുവിന് അത്ഭുതമായത്. നിമിഷങ്ങളോളം വിഷ്ണുവിന് ശബ്ദിക്കാനായില്ല. വീണ്ടും അവളുടെ ശബ്ദം. നീ എന്തിനിവിടെ വന്നു? തൻ്റെ അടുത്തേക്ക് വന്ന അവളുടെ രൂപത്തിൻ്റെ വശ്യത വിഷ്ണുവിൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തി. ആദ്യം തോന്നിയിരുന്ന ഭയം ആകാംക്ഷയ്ക്ക് വഴിയൊരുക്കി. കുറച്ചുകൂടി നന്നായി കാണാൻ ഉറ്റുനോക്കിയ വിഷ്ണുവിൻ്റെ മനോഗത മനസ്സിലാക്കിയ പോലെ അവളുടെ രൂപം കൂടുതൽ പ്രഭയോട് തെളിഞ്ഞു. ആ രൂപഭംഗി
ചേതോഹരമായ ഒരു വെണ്ണക്കൽ ശില്പം പോലെ വിഷ്ണുവിന് തോന്നി. വീണ്ടും അവൾ ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവന് മനസ്സിലായി, തൻ്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അവളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ കഴിയൂ. ഞാൻ വിഷ്ണുദത്തൻ. ഒരു ജോലിക്കായി തെണ്ടി നടന്നപ്പോൾ കിട്ടിയ പണിയാണിത്, ഈ മനയുടെ കാവൽക്കാരൻ എന്ന ജോലി. അവളുടെ മുഖത്ത് ഒരു മന്ദഹാസം ഉടലെടുത്തു. അവൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് വാത്സല്യമോ സന്തോഷമോ എന്ന് വിവേചിക്കാനാവാതെ വിഷ്ണു നിശ്ചലം നിന്നു. മോഹിപ്പിക്കുന്ന നയനങ്ങൾ ജ്വലിച്ചു തന്നെ നിന്നു. അവളുടെ വലതുകരം തൻ്റെ നേരെ നീളുന്നത് എന്തിനു വേണ്ടിയെന്ന് ചിന്തിച്ച് വിഷ്ണു നിന്നു. അവളുടെ നീട്ടിയ കരത്തിൽ സ്പർശിക്കണമെന്ന ഉൾപ്രേരണ വിഷ്ണുവിലുണ്ടായി. മഞ്ഞുപോലെ തണുത്ത അവളുടെ കരങ്ങളിൽ ചൂടുപകർന്ന് വിഷ്ണുവിൻ്റെ കൈത്തലം അമർന്നു. അവളുടെ ചുണ്ടുകൾ സന്തോഷസൂചകമായി വിടർന്നു. അപ്പോഴും വിഷ്ണുവിൻ്റെ അമ്പരപ്പ് വിട്ടുമാറിയില്ല. നേരത്തെ തനിക്ക് തൊടാൻ കഴിയാതിരുന്ന ആ സുന്ദര രൂപത്തെ സ്പർശിക്കാൻ സാധിക്കുന്നു. സംശയങ്ങൾക്കുത്തരം കിട്ടാതെ തപിക്കുന്ന മനത്തോടെ വിഷ്ണു ചിന്തിച്ചു, ഇവളൊരു മനുഷ്യസ്ത്രീയാണോ, അതോ കഥകളിൽ പറയുന്നത് പോലെ വല്ല യക്ഷിയോ പ്രേതമോ ആണോ? യക്ഷിപ്രേതാദികൾ വിഷ്ണുവിൻ്റെ ഉള്ളത്തിന് നിരക്കാത്തതാണ്. അയാൾ പഠിച്ച ശാസ്ത്ര സംഹിതകളിൽ അതിന് സ്ഥാനമില്ലായിരുന്നു. എല്ലാം മനുഷ്യൻ്റെ കഴിവിൽ അർപ്പിതമാണ്. അവൻ്റെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയോ മെനയുകയോ പരിപാലിക്കപ്പെടുന്നതോ അല്ലാതായി ഈ ഭൂമിയിൽ യാതൊന്നുമില്ലെന്നാണ് തൻ്റെ വിശ്വാസം. എന്നാൽ പ്രകൃതിയും അതിൻ്റെ പ്രതിഭാസങ്ങളും മനുഷ്യൻ്റെ വരുതിയിലല്ല. പക്ഷേ അത് ഭൂമണ്ഡലത്തിൻ്റെ രാസപ്രതിഭാസങ്ങളുടെ വ്യതിചലനങ്ങൾ മാത്രമാണ്. അതിനാൽ അതിനെയെല്ലാം അതിമാനുഷികം എന്ന് നിർവചിക്കാൻ തനിക്കാവില്ല. പക്ഷേ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന തൻ്റെ ചിന്താഗതികളെ അപ്പാടെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു. കഴിഞ്ഞ രാത്രി മുതൽ ഇവിടെ അരങ്ങേറിയ സംഭവങ്ങൾ വിഷ്ണുവിൻ്റെ യുക്തിക്ക് സ്വീകരിക്കാവുന്നതായിരുന്നില്ല. എന്നാൽ യാഥാർത്ഥ്യത്തെ നേരിടാതിരിക്കാനും കഴിയുന്നില്ല. ഈ കാര്യമൊക്കെ മറ്റാരെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അവരെ ഭ്രാന്തന്മാർ എന്ന് പറയുമായിരുന്നു. പക്ഷേ എല്ലാം നേരിൽ അനുഭവിച്ച് താൻ സ്വയം മാനസിക വിഭ്രാന്തിക്ക് അടിമയാകുകയാണോ? അവളുടെ കരസ്പർശനത്തിലൂടെ ഉണ്ടായ പരിഭ്രമത്തിൽ നിന്നും മോചനം നേടാൻ വിഷ്ണു വൃഥാശ്രമം നടത്തി. അടുത്തു വന്നു നിൽക്കുന്ന അവളുടെ നയനങ്ങളിലെ ദിവ്യപ്രകാശം വിഷ്ണുവിൻ്റെ ചിന്തയെ വീണ്ടും വലിച്ചു. പരിസരബോധം നഷ്ടപ്പെട്ട് ഏതോ ഒരു ശക്തിയുടെ മായിക വലയത്തിൽ അയാൾ അമർന്നു കഴിഞ്ഞിരുന്നു. അവളുടെ കയ്യിലേക്ക് തൻ്റെ കരം വെച്ചതു മുതൽ മദ്യഭ്രമം വിഷ്ണുവിനെ ഗ്രസിച്ചു കഴിഞ്ഞിരുന്നു. ഊഷ്മളമായ തണുപ്പ് അയാളുടെ കൈകളിലേക്ക് അരിച്ചു കയറി. തൻ്റെ പ്രജ്ഞയ്ക്കുമേൽ മറ്റൊരു ശക്തി ആധിപത്യം സ്ഥാപിക്കുന്നത് വിറയലോടെ അറിഞ്ഞു. ആ ഇന്ദ്രജാലിക നയനങ്ങളുടെ വശ്യത വിഷ്ണുവിനെ ഗ്രസിച്ചു. അടുത്തു നിൽക്കുന്നത് ഏതോ ഭൗതിക ശക്തിയാണെന്ന ധാരണ അയാളിൽ നിന്നും വീണ്ടും നഷ്ടമായി. യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നീങ്ങി. വിഷ്ണുവിൻ്റെ കരതലത്തിൽ നിന്നും സ്വയം മോചിപ്പിച്ച അവളുടെ വലതുകരം മുകളിലേക്കുയർന്ന് വിഷ്ണുവിൻ്റെ ശിരസിൽ തലോടി. പുതിയൊരു അനുഭൂതിയോടെ വിഷ്ണുവിൻ്റെ കണ്ണുകളടഞ്ഞു. സാവധാനം പിന്നിലേക്ക് നീങ്ങിയ അവളുടെ ദൃശ്യം ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞത് അയാൾ അറിഞ്ഞു. സുഖകരമായ ഒരാലസ്യത്തിലേക്ക് വഴുതി വീഴുന്ന വിഷ്ണുവിനെ ഒരു ഗൂഢസ്മിതത്തോടെ അവൾ നോക്കി നിന്നു.